അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ സൂക്തവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വിശദീകരണങ്ങൾ ആവശ്യമാണ്. 6-ാമത്തെ സൂക്തത്തിലെ ആശയം, മനുഷ്യരിലെ ചിലർ ജിന്നുകളിലെ ചിലരോട് രക്ഷ തേടുന്നു, ശരണം തേടുന്നു, അഭയം തേടുന്നു എന്നായിരുന്നു. അത് മുഖേന ജിന്നുകളുടെ അഹന്ത വർദ്ധിക്കുന്നു. മനുഷ്യർ ജിന്നുകളോട് സഹായം തേടുക, രക്ഷ തേടുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിന് തികച്ചും വിരുദ്ധമാണ്. ഇവിടെ ഖുർആൻ കേട്ട് സത്യവിശ്വാസികളായ ജിന്നുകൾ പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ എടുത്തു പറയുന്നത്. ജിന്നുകളുടെ കൂട്ടത്തിൽ നമുക്കറിയാം, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുമുണ്ട്. സത്യവിശ്വാസികളായ ജിന്നുകളുണ്ട്, അവരെക്കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. അതേസമയത്ത് അവരിലെ അവിശ്വാസികളാണ് പിശാചുക്കളായിട്ട് മാറുന്നത് എന്ന് നമുക്കറിയാം. ജിന്നുകളെ മനുഷ്യന് കാണാൻ സാധ്യമല്ല എന്ന് നേരത്തെ നാം മനസ്സിലാക്കി. പിശാചുക്കളായ ജിന്നുകൾ മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് പല വാഗ്ദാനങ്ങളും മനുഷ്യൻ്റെ മനസ്സിൽ ഇട്ടുതരുന്നു. അങ്ങനെ മനുഷ്യനെ കെണിയിൽ വീഴ്ത്തുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിലാണ് ആ ജിന്നുകൾ ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ജിന്നുകൾക്ക് ദിവ്യശക്തി ഉണ്ടോ? ഇല്ല. കാരണം അവർ കേവലം സൃഷ്ടികൾ മാത്രമാണ്, സാക്ഷാൽ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ജിന്നുകൾക്ക് അദൃശ്യമറിയുമോ? ജിന്നുകളോട് സഹായം തേടാമോ? ഇതൊക്കെ വളരെ ഗൗരവതരമായ ഒരു ചർച്ചയാണ്. വിശുദ്ധ ഖുർആൻ സുലൈമാൻ അലൈഹിസ്സലാമും ജിന്നുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ജിന്നും മനുഷ്യനും ഏറ്റവും അടുത്ത് ഇടപഴകിയ സംഭവബഹുലമായ ഒരു ചരിത്രമാണല്ലോ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റേതും ജിന്നുകളുടേതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. പിന്നീട് എന്താ സംഭവിച്ചത്? അതിൽ പലതരം അതിശയോക്തികൾ കലർത്തിക്കൊണ്ട് വേദഗ്രന്ഥങ്ങളെ ദുരുപയോഗപ്പെടുത്തി ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായത്. അതിലൊന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ജിന്നുകളുമായുള്ള ബന്ധം അമാനുഷികമാണ്. ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ സവിശേഷമായ ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ബന്ധമാണ്. അതിൻ്റെ ചുവട് പിടിച്ച് സാധാരണ മനുഷ്യർക്ക് ജിന്നുകളെ സ്വാധീനിക്കാൻ കഴിയും, ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ കരുതുന്നത് മഹാ അബദ്ധമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അസാധാരണമായ ചില കഴിവുകൾ, ചില സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല സുലൈമാൻ അലൈഹിസ്സലാമിന് നൽകിയിട്ടുണ്ട്. അത് ഓരോ പ്രവാചകർക്കും വ്യത്യസ്തമായ അമാനുഷ ദൃഷ്ടാന്തങ്ങൾ നൽകിയ കൂട്ടത്തിൽ സുലൈമാൻ അലൈഹിസ്സലാമിന് ലഭിച്ചതാണത്. സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹു തആലയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് സൂറത്ത് സ്വാദ് 35 കാണാം. എന്തായിരുന്നു? വഹബ് ലീ മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം മറ്റാർക്കും തരപ്പെടാത്ത ആധിപത്യം എനിക്ക് നീ നൽകണമേ. എനിക്ക് ശേഷം മറ്റാർക്കും തരപ്പെടാത്ത, മറ്റാർക്കും ലഭിക്കാത്ത സവിശേഷമായ ഒരു ആധിപത്യം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അത്രേ. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അല്ലാഹു തആല ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തതും ഒരുപാട് അമാനുഷ അത്ഭുത സംഭവങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടാകുന്നതും. അതിനാൽ ചില വിദ്യകൾ കാണിച്ച് ആർക്കും ജിന്നിനെ സ്വാധീനിക്കാൻ കഴിയില്ല. അങ്ങനെ ജിന്ന് വല്ലവർക്കും ആ നിലക്ക് കീഴ്പ്പെടുകയാണെങ്കിൽ അല്ലാഹു തആല സവിശേഷമായിട്ട് ഈ രൂപത്തിൽ കീഴ്പ്പെടുത്തി കൊടുക്കണം. അത് പ്രവാചകനായ സുലൈമാൻ അലൈഹിസ്സലാമിനാണ് ലഭിച്ചത്. ജിന്ന് സുലൈമാൻ അലൈഹിസ്സലാമിന് ദാസ്യവേല ചെയ്യുകയായിരുന്നു. സുലൈമാൻ അലൈഹിസ്സലാമിന് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ആ ജിന്നിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ സാധിക്കുക? ഒരാളുടെ ദാസനോട് അയാൾ പ്രാർത്ഥിക്കേണ്ടതില്ലല്ലോ. കാരണം അയാൾ ആ ദാസൻ്റെ യജമാനനായിട്ടല്ല നിൽക്കുന്നത്.
അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് ദിവ്യത്വമുള്ളവനായ അള്ളാഹുവോട് മാത്രമല്ലേ? പക്ഷേ ജനം അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ കഥ പൊടിപ്പും തൊങ്ങലും വെച്ച് പല വിധത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അറബിക്കഥകളിലെ ഭാവനാ സൃഷ്ടിയായ ജിന്നുകളെപ്പോലും ജനം യാഥാർത്ഥ്യമെന്ന് കരുതി പോകുന്നുണ്ട്. അതെത്ര അപകടകരമാണെന്ന് ആലോചിച്ച് നോക്കും. 1001 രാവുകളിലെ കഥകൾ, അതിലൊക്കെ ഇത്തരത്തിൽ ജിന്ന് പരാമർശങ്ങൾ വരുന്നുണ്ട്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്, അത്ഭുത മോതിരം, അലിബാബയും 40 കള്ളന്മാരും ഒരു ജിന്നിനെ സിം സിം എന്ന് വിളിക്കുമ്പോൾ തുറക്കപ്പെടുന്ന, അടഞ്ഞുപോയ ഗുഹാമുഖം പെട്ടെന്ന് തുറക്കപ്പെടുന്ന അത്ഭുതം, ഇങ്ങനെയുള്ളതൊക്കെ ആളുകൾ വിശ്വസിച്ചു പോവാണ്. ഇന്ന് ലോകത്തെ ഏറെ പ്രചാരം സിദ്ധിക്കുന്ന പല കഥകളും അപസർപ്പക കഥകൾ, പാശ്ചാത്യ ലോകത്ത് പോലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് അത്തരം കഥകളാണ് എന്ന് മനസ്സിലാക്കണം. സുലൈമാൻ അലൈഹിസ്ലാമിൻ്റെ ജിന്നുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണ്? അള്ളാഹു പറയുന്നുണ്ടല്ലോ അവരോട്, നിങ്ങൾ കൽപ്പന ലംഘിച്ചാൽ നരകത്തീയിൻ്റെ രുചി ആസ്വദിക്കേണ്ടി വരും എന്നാണ്. അപ്പം അള്ളാഹുവിൻ്റെ തികച്ചും അടിമത്തത്തിലുള്ള ജിന്നുകൾ മാത്രമാണ് അവർ. സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത ഭാരിച്ച ജോലികളാണ് ജിന്നുകൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. സമുദ്രത്തിൽ മുങ്ങാങ്കുഴിയിട്ട് മുത്തും പവിഴങ്ങളൊക്കെ വാരിയെടുക്കുന്ന അതിസാഹസികമായ ജോലികളൊക്കെ ജിന്നുകളെ സുലൈമാൻ അലൈഹി ഇസ്ലാം ഏൽപ്പിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അവർക്ക് അദൃശ്യം അറിയാമായിരുന്നോ? സുലൈമാൻ അലൈഹി ഇസ്ലാം വഫാത്തായത്, അള്ളാഹുവിലേക്ക് യാത്രയായതുപോലും തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് സബ്ബ 14-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പിന്നീട് സുലൈമാന് നാം മരണം വിധിച്ചു, അള്ളാഹു പറയാണ്. അപ്പോൾ ആരും ആ മരണം ജിന്നുകളെ അറിയിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഊന്നുവടി തിന്നുകൊണ്ടിരുന്ന ചിതലുകൾ ഒഴികെ. സുലൈമാൻ അലൈഹി ഇസ്ലാം ഊന്നുവടി പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്, ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവിനാൽ ജിന്നുകൾ പ്രത്യേകമായ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിന്ന നിൽപ്പിൽ വഫാത്തായി, അള്ളാഹുവിലേക്ക് യാത്രയായി. അപ്പോൾ ഊന്നുവടിയിൽ ചിതല് കയറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഊന്നുവടി തിന്നുകൊണ്ടിരുന്ന ചിതലുകൾ മാത്രമാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം വഫാത്തായ കാര്യം അറിഞ്ഞത്. പക്ഷേ ജിന്നുകൾക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ സുലൈമാൻ അലൈഹി ഇസ്ലാം നിലംപതിച്ചപ്പോൾ ജിന്നുകൾക്ക് ബോധ്യമായി തങ്ങൾക്ക് അഭൗതിക കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ, അദൃശ്യമായ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ അപമാനകരമായ ഈ ദുരവസ്ഥയിൽ കഴിയേണ്ടി വരില്ലായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. കാരണം ചക്രവർത്തി നോക്കി നിൽക്കുകയല്ലേ, രാപ്പകൽ ഭേദമന്യ ജോലിയിലായിരുന്നു. ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടി ഇരുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് അദൃശ്യം അറിയാൻ കഴിയാതെ പോയല്ലോ എന്നാണ് പറയുന്നത്. അപ്പോഴും അവർ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ജിന്നുകളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളെ അള്ളാഹു താല അവിടെ തിരുത്തണം. ഈ ജിന്നുകൾ സുലൈമാൻ അലൈഹി ഇസ്ലാം എന്ന പ്രവാചകന് മുമ്പിൽ അടിമകളെപ്പോലെ അനുസരണമുള്ളവരായിട്ട് മാറുകയാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാം ആരായിരുന്നു? മനുഷ്യനായ പ്രവാചകനാണ്. ആ മനുഷ്യൻ്റെ മുമ്പിൽ ദാസ്യവേല ചെയ്യായിരുന്നു അവർ. അവ ആരെയും ബാധിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്കിടയിലുള്ള വിശ്വാസം എന്താണ്? ജിന്നുബാധയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത് ജിന്നുകൾക്ക് മുമ്പിൽ നിസ്സഹായരായിട്ട് നിൽക്കുന്ന മനുഷ്യർ, അങ്ങനെ ജിന്നുകൾ അവരെ ബാധിക്കുന്നു, ജിന്നുകൾ ഉപദ്രവിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഖുർആൻ നേരെ മറിച്ചാണ് പറയുന്നത്. മനുഷ്യനായ പ്രവാചകന് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ദാസ്യവേല ചെയ്ത ജിന്നുകളെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യർക്കില്ലാത്ത ശാരീരിക അവസ്ഥയാണ് ജിന്നുകൾക്ക് എന്നത് ശരിയാണ്. മനുഷ്യനെ കാണാം, പക്ഷേ ജിന്നുകളെ കാണാൻ കഴിയില്ല. അങ്ങനെ കാണാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം ജിന്നുകൾക്ക് മനുഷ്യർക്കുമേൽ അധികാരമുണ്ടാകുമോ എന്നത് നമ്മൾ ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ജിന്നുകൾക്ക് വഴികാട്ടാനുള്ള നല്ല ചുമതല അല്ലാഹു തആല മനുഷ്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏൽപ്പിച്ചത്. ജിന്നുകൾക്ക് സത്യത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാനുള്ള ചുമതല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹു തആല ഏൽപ്പിച്ചത്. ആ പ്രവാചകന് അവതരിച്ച ഖുർആനാണല്ലോ ഇപ്പോൾ അവർ കേട്ടിരിക്കുന്നത്. എന്നിട്ടും മനുഷ്യൻ ജിന്നിനെ പേടിക്കുന്നു, ജിന്ന് ബാധയുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു. പക്ഷേ കാലാന്തരത്തിൽ
ഇപ്പോൾ ജിന്നുകളെ കണ്ടു പേടിച്ചു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കുറവാണ്. ആ വീട്ടിൻ്റെ മുകൾ തട്ടിൽ ജിന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, പള്ളിയിലെ ജിന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയൊക്കെ കുറേ മാറി. എന്താ കാരണം? നമ്മുടെ നാഗരിക വികാസമാണ് അതിൻ്റെ ഒരു കാരണം. ഇലക്ട്രിസിറ്റി വന്നു, എവിടെ നോക്കിയാലും വെളിച്ചമാണ്, അവ്യക്തതകളില്ല, മനസ്സിൽ ഇങ്ങനെയുള്ള ഗൂഢമായ ചിന്തകൾ, ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കഥകളും ആലോചനകളും ഒക്കെ കുറഞ്ഞു വന്നു എന്നത് അതിൽ വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. അതിനാൽ തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെയാണ് ജിന്നുകളുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ആ തലത്തിൽ തന്നെ ഒട്ടും അതിശയോക്തിയില്ലാതെ, അതുപോലെ തന്നെ ജിന്നുകൾ മനുഷ്യ ജീവിതത്തിൽ ഈ വിധത്തിൽ ഇടപെടുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തുലിതമായ കാഴ്ചപ്പാടിലാണ് ജിന്നുകളെ ഉൾക്കൊള്ളേണ്ടത് എന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ മാർഗം തിരിച്ചറിയുവാനും അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.